ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഗായ്സ് വേൾഡ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ടെമ്പിൾ ഡേ വീഡിയോ ആണ്. ഇന്ന് തൃക്കാർത്തികയാണല്ലോ. അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങിയിട്ട് ഒരാഴ്ചയിൽ കൂടുതലായി. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്, പൊങ്കാല ഇന്നാണ്, കാർത്തിക പൊങ്കാല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. രാവിലെ തന്നെ ഞാൻ ക്ഷേത്രത്തിലെത്തി, ഒരു 7:30 മണിയായപ്പോൾ ക്ഷേത്രത്തിലെത്തി. ഞങ്ങളുടെ അനിയന് ഉരുൾ നേർച്ചയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചടങ്ങുകളും മറ്റുമാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിന് ചുറ്റും ഇതുപോലെ പ്രദക്ഷിണം വയ്ക്കണം. ഇതിപ്പോൾ 1 റൗണ്ട് പൂർത്തിയാക്കുന്നവരുമുണ്ട്, 3 റൗണ്ട് പൂർത്തിയാക്കുന്നവരുമുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ച് ആണ് ഓരോ റൗണ്ട് ചുറ്റി വരുന്നത്. അപ്പോൾ ആ ചടങ്ങൊക്കെ കഴിഞ്ഞു. എല്ലാവരും പൊങ്കാല ഒരുക്കത്തിലാണ്. ഇത് എൻ്റെ അമ്മയാണ്. അമ്മയും തിരളിക്ക് വേണ്ടിയിട്ടുള്ള മാവ് കുഴയ്ക്കുന്ന തിരക്കിലാണ്. അപ്പോൾ നമ്മുടെ മലയൻകീഴ് വല്ലഭനാണ് ഇപ്രാവശ്യത്തെ നമ്മുടെ ആറാട്ടിന് ദേവിയെ തലയിലിറ്റുന്നത്. കഴിഞ്ഞ വർഷവും വല്ലഭൻ തന്നെയായിരുന്നു. അപ്പോൾ ഞാനും അമ്മയെ സഹായിക്കുകയാണ്. ഞാനും പൊങ്കാല ഇടുന്നുണ്ട്. ഞാൻ പായസമാണ് ഇടുന്നത്. അമ്മ പായസവും ഇടുന്നുണ്ട്, വെള്ളപ്പായസം, തിരളിയും ഇടുന്നുണ്ട്. അങ്ങനെ 3 പൊങ്കാല അമ്മ ഇടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാവുകളൊക്കെ നമ്മൾ കുഴച്ച് എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. 9 മണിക്കാണ് ഭണ്ഡാര അടുപ്പിൽ തീ കൊളുത്തുന്നത്. അതിനുശേഷം ആ തീ പകർന്നാണ് എല്ലാവരും കത്തിച്ച് തുടങ്ങുന്നത്. അപ്പോൾ അതിനു മുമ്പേ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കണം. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ നമ്മൾ പായസത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വെച്ചിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും അത് ചെയ്തോ ഇത് ചെയ്തോ എന്ന് ഭയങ്കര സംശയം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ തീ പകർന്നു കഴിഞ്ഞു. ഇനി അവിടെ മൊത്തം ഭക്തിമയമാണ്. തീ പകർന്നതിന് ശേഷം ചേട്ടൻ്റെ അമ്മയും മോളും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അമ്മ വന്നപ്പോൾ പിന്നെ ബാക്കി കാര്യങ്ങൾ അമ്മ ഏറ്റെടുത്തു. ഇളയ മോളെ കൊണ്ടും മൂത്ത മോളെ കൊണ്ടും അരി ഇടിച്ചു. അവർക്കും ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. ആദ്യമായിട്ടാണ് മോളെ പൊങ്കാലയ്ക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അവർക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം. അപ്പോൾ അരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് തിളയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും ഒരു ആവേശം. അപ്പോൾ അത് അമ്മയെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വൈകുന്നേരമാണ് ഘോഷയാത്രയും കഴിഞ്ഞ് ഇന്ന് രാത്രിയോടുകൂടി ഏകദേശം ഈ വർഷത്തെ ഉത്സവം അവസാനിക്കും. ഇനി വീണ്ടും 1 വർഷത്തേക്കുള്ള ഒരു കാത്തിരിപ്പാണ് അടുത്ത കാർത്തിക ഉത്സവത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പൊങ്കാലയും തിളച്ചിട്ടുണ്ട്. വെള്ളം കൂടിപ്പോയതുകൊണ്ട് തിളയ്ക്കാൻ കുറച്ച് സമയമെടുത്തു. അപ്പോൾ പൊങ്കാല തിളച്ച ഉടൻ അമ്മ കുരവയൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ പൊങ്കാലൊക്കെ ഇട്ട് കഴിഞ്ഞ് എല്ലാവരും റെസ്റ്റ് എടുക്കുവാണ്. ഇതാണ് എൻ്റെ സഹോദരൻ്റെ ഭാര്യ. അവൾ കുഞ്ഞുമായിട്ട് വന്നിരുന്നു. അപ്പോൾ പിന്നെ അവർ 3 പേർക്കും കളിക്കാൻ ഒരാളെ കൂടെ കിട്ടി. അപ്പം 3 പേരുമായിട്ടിരുന്ന് അവർ വർത്തമാനം പറയുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നൈവേദ്യിക്കാൻ വേണ്ടിയിട്ട് ആളെത്തി 11:45 അപ്പോൾ നൈവേദ്യമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ബാക്കി വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.